വെള്ളാപ്പള്ളി ശരിക്കും പറഞ്ഞാൽ സുകുമാരൻ നായരെയും കൂടെ കൂട്ടത്തിൽ വെച്ചിട്ട് വിൽക്കാമെന്നാണ് കരുതി. അല്ലെങ്കിൽ പിന്നെ കാബൂളിവാല സിനിമയ്ക്കകത്തെ കടലാസും കന്നാസും പോലെ പക്ഷേ അവർ പിന്നെ അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്നു, എല്ലാത്തിനകത്തും ഒപ്പം ഉണ്ടായിരുന്നു. ഇതങ്ങനല്ല. ഇത് 2012 കൈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് താക്കോൽ സ്ഥാന വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും പണങ്ങി. മറ്റേ ആൾക്ക് പത്മഭൂഷൺ കൊടുത്തപ്പോൾ ആ പാവ സുകുമാരൻ നായർക്ക് ഒരു പത്മശ്രീയെങ്കിലും ഒക്കെ കൊടുക്കായിരുന്നു, ചുമ്മാ കൈ വെച്ചോളാൻ പറഞ്ഞിട്ട്. എന്തായാലും പത്മയുണ്ടല്ലോ, താമരയാണല്ലോ, പത്മ എന്ന് പറഞ്ഞാൽ താമരയാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വലിയ ഒരു നീക്കം തന്നെയാണ് നീക്കിയിട്ടുള്ളത്. ആ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളത്ര ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഈ മതത്തിനപ്പുറം, ഈ ജാതി ചിന്താഗതികൾക്കപ്പുറം ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ എല്ലാ മതത്തിനകത്തും എല്ലാ ജാതിക്കകത്തും ഉണ്ടെന്നുള്ള തിരിച്ചറിവാൻ വേണ്ടിയാണ്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഹണിമൂണിന് മുമ്പേ തന്നെ NSS SNDP ബാന്ധവം തമ്മിലടിച്ചു പിരിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഇനിയൊരിക്കലും ആ ഒരു എന്താ പറയുക സൗഹൃദം SNDPക്കും NSSനും ഇടയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയകരമായിരിക്കും എന്ന് വേണം പറയാനായിട്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നത്തെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ? ഹണിമൂൺ എന്ന് പറഞ്ഞാൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇതൊരു വിവാഹത്തിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ല, സംബന്ധമാണ്. പഴയ കാലത്തെ രീതി അനുസരിച്ച് തോന്നുമ്പോൾ പോവുക, ഏർപ്പാട് നടത്തുക, പോരുക എന്നുള്ളതാണ് രണ്ടുപേരെയും പരിപാടി. സംബന്ധം മാത്രം, അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇത് 2-3 പ്രാവശ്യമായിരുന്നേ. ഇടയ്ക്ക് ചക്കര ഈച്ചയും പോലെയാണ്, ഈനാമ്പേച്ചിക്കും മരപ്പട്ടിയും പോലെയാണെന്ന് ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷേ ചക്കര ഈച്ചയും പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ കാബൂളിവാല സിനിമയ്ക്കകത്തെ കടലാസും കന്നാസും പോലെ പക്ഷേ അവർ പിന്നെ അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്നു, എല്ലാത്തിനകത്തും ഒപ്പം ഉണ്ടായിരുന്നു. ഇതങ്ങനല്ല. ഇത് ചെല്ലുക, കാര്യം നടത്തുക, അത് കഴിഞ്ഞിട്ട് പിന്നെ പിണങ്ങുക. അത് പേയ്മെൻറ്റിൻ്റെ പേരിലാണോ പിണങ്ങുന്നത്, എന്തിൻ്റെ പേരിലാണോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതാകുക. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് ഇവർ. ഒരുപാട് തവണ പിന്നെ 2005 ഒരുമിച്ചു, അത് കഴിഞ്ഞിട്ട് 2012 ഒരുമിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ 2012 കൈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് താക്കോൽ സ്ഥാന വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും പണങ്ങി. അത് കഴിഞ്ഞിട്ട് കാരണം അപ്പം കറുത്ത നായരെ പോലും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് സുകുമാരൻ നായർ. വെളുത്ത നായരെ വേണമെന്ന് പറഞ്ഞു, തിരുവഞ്ചൂരിനെ മാറ്റി ചെന്നിത്തലയെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇടവനെ പറ്റുമോ? അപ്പോൾ രണ്ടും കൂടെ പിന്നെയും പിണങ്ങി. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഇപ്പം രണ്ടാമത് യോജിച്ച് 8 ദിവസത്തെ സിബിയുടെ ഭാഷ തന്നെ കടമെടുത്താൽ 8 ദിവസം നീണ്ടുന്നുള്ളൂ. ജനുവരി 17 തുടങ്ങി, ജനുവരി 25 സാധനം BJPക്കാരങ്ങ് പൂട്ടിക്കെട്ടി. കാരണം ഇത് ഇപ്പം എന്തോ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ സിനിമയ്ക്കകത്ത് ഉള്ളൊരു പാട്ടുണ്ട്. പിന്നെ വിദ്യാസാഗറിൻ്റെ പിന്നെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ KJ യേശുദാസും പാടിയിട്ടുള്ള പാട്ടാണ്. അതിനകത്തൊരു പിന്നെ വരിയുണ്ട്, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ നിന്നോട് പിണങ്ങി, ഞാൻ ഇനി നിന്നോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേർ പിണങ്ങുന്ന പോലെ. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഒരു മര്യാദയൊക്കെ കാണിക്കണമായിരുന്നു കേന്ദ്ര സർക്കാർ. കാരണം ഈ കൊച്ചു പിള്ളേർ സാധാരണഗതി സ്കൂളിലൊക്കെ നമ്മൾ മത്സരം നടത്തി കഴിഞ്ഞാൽ 1st, 2nd, 3rd കൊടുക്കുന്നതിൻ്റെ കൂടെ പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനം കൊടുക്കും. മറ്റേ ആൾക്ക് പത്മഭൂഷൺ കൊടുത്തപ്പോൾ ആ പാവ സുകുമാരൻ നായർക്ക് ഒരു പത്മശ്രീയെങ്കിലും ഒക്കെ കൊടുക്കാമായിരുന്നു, ചുമ്മാ കൈ വെച്ചോളാൻ പറഞ്ഞിട്ട്. എന്തായാലും പത്മയുണ്ടല്ലോ, താമരയാണല്ലോ, പത്മ എന്ന് പറഞ്ഞാൽ താമരയാണ്, താമരയുണ്ടല്ലോ. ഇവർ BJPക്ക് പത്മ എന്ന് പറയുമ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രത്യേക രോമാഞ്ചം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ താമര അവരുടെ ചിഹ്നമാണ്. അപ്പം മറ്റേ ആളിങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. മറ്റേ ആൾ നോക്കി നിൽക്കുമ്പോൾ ഇയാൾക്ക് നല്ല ഒന്നാന്തരം പിന്നെ വാനില ഐസ്ക്രീം കൊടുക്കുന്നു, പിന്നെ ഡബിൾ ചോക്ലേറ്റ് ഐസ്ക്രീം കൊടുക്കുന്നു. മറ്റേതിനൊരു ചെറിയ മുട്ടായി എങ്കിലും, നാരങ്ങ മുട്ടായി എങ്കിലും കൊടുക്കണ്ടേ സുകുമാരൻ നായർക്ക്? പിന്നെ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പുള്ളിക്ക് പിന്നെ വിഷമം ഉണ്ടാവാതിരിക്കുമോ? ഇതാണ് സംഭവിച്ചത്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വലിയ ഒരു നീക്കം തന്നെയാണ് നീക്കിയിട്ടുള്ളത്. ആ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളത്ര ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇവർ നായരീഴവ ഐക്യം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങുന്നത്, രണ്ടുപേരും കൂടെ, നായരും പിന്നെ വെള്ളാപ്പള്ളിയും കൂടെ പരിപാടി തുടങ്ങുന്നത്. ഈ മറ്റേ നാരായണക്കുറുപ്പൊന്നും ഇരുന്നപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അവർ NDP പാർട്ടി ഉണ്ടാക്കിയിട്ട് പോലും പിരിച്ചു വിട്ടില്ല. പിന്നെ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞു, ശരിദൂര സിദ്ധാന്തം എന്ന് പറയും, പിന്നെ എന്തോ ഒരു ദൂര സിദ്ധാന്തമാവും. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് തോന്നുന്ന പോലെയാണ് സുകുമാരൻ നായർക്ക്. ഇത് എന്താ വെച്ചാൽ സുകുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളിയാണെങ്കിലും രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയെ പിണറായി കാറെ കയറ്റിക്കൊണ്ടുപോയപ്പോഴത്തേക്ക് പുള്ളിക്ക് സന്തോഷമായി ജീവിതത്തിൽ. കാരണം എന്നിട്ട് പിന്നെ പുള്ളി പറയുന്നത് ഞാൻ കാറ് കാണുന്നു ഇപ്പോഴല്ല, പക്ഷേ 1ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കയറിയപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. അപ്പോഴും സുകുമാരൻ നായർക്ക് പ്രശ്നമുണ്ട്. പുള്ളിയെ ഒരു മന്ത്രിമാരെ സ്റ്റേറ്റ് കാറിൽ ഇതുവരെ കയറ്റിയിട്ടില്ല, വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടുപോയി. ഇത് ഏതെങ്കിലും MLA-മാരെങ്കിലും ഒന്ന് പോയിട്ട് കയറ്റിക്കൊണ്ടു പോകേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. ഒന്നും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോടെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം ഒന്ന് കൊണ്ടുപോകാൻ പറയണം. കാരണം അപ്പോൾ പുള്ളിക്ക് സങ്കടം ഉണ്ടാവത്തില്ലേ? രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുക, ഞാനും സിബിയും കൂടെ ഒരുമിച്ച് നിൽക്കുക, എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ സിബിക്ക് ഹോർലിക്സ് തരിക, എനിക്ക് കട്ടൻ ചായ പോലും തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ? ഡിസ്ക്രിമിനേഷനാണ്. പക്ഷേ ഇത് വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്ക് അയച്ചതാണ് പ്രധാനപ്പെട്ട പ്രശ്നമാണ് സുകുമാരൻ. അതായത് BJPയുടെ കൂടെ നിൽക്കുന്ന BJP NDAയുടെ വൈസ് ചെയർമാനായിട്ടുള്ള BDJSന്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് വിടുക എന്നാണ്. BJPയുടെ ചർച്ചയല്ലേ പിന്നെ വരുന്നത്. അപ്പം പെരുതാപ്പൊപ്പിന് സഹിക്കുമോ അത്? കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയം വേണ്ടെന്ന് പറയുക. വെള്ളാപ്പള്ളി ഇതിനകത്ത് അട്ടയുടെ പൊക്കിൾ കണ്ട ആളാണ് വെള്ളാപ്പള്ളി ശരിക്കും പറഞ്ഞാൽ സുകുമാരൻ നായരെയും കൂടെ കൂട്ടത്തിൽ വെച്ചിട്ട് വിൽക്കാമെന്നാണ് കരുതിയത്. സംഭവം എന്താ വെച്ചാൽ സുകുമാരൻ നായർ ഒരു പൊങ്ങിയാണ്.
സ്കൂളിൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ബഹിരാകാശത്തേക്ക് പേടകം വിട്ടതിനെക്കുറിച്ച്, സ്പേസിലേക്ക് പേടകം വിട്ടതിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഈ നമ്മളിപ്പോൾ ചന്ദ്രയാൻ ദൗത്യമൊക്കെ പോലെ തന്നെയുള്ള ഇപ്പോൾ സുനിത വില്യംസ് ഒക്കെ പോയ പോലെ അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുകയാണ്. അന്ന് നീലാസ്ട്രോമൊക്കെ പോയതിനെക്കുറിച്ച് എന്തോ ആണ് പറയുന്നത്. പട്ടികയാണ് പരീക്ഷണാർത്ഥം ആദ്യം വിടുന്നത്. പട്ടിയെ വിട്ടതിനെക്കുറിച്ചാണ് ആദ്യം വിടുന്നത്. പട്ടികയാണുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ പോകുന്നത്. കാരണം ജീവിക്കാൻ പറ്റും എന്നുള്ള, അത്രയും ദിവസം നിൽക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടി. ടീച്ചർ കാര്യമായിട്ട് ക്ലാസ് എടുത്ത് ബഹിരാകാശത്തേക്കിനെ പട്ടിയെ വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് പിള്ളേരുടെ അടുത്ത് നിന്ന് നമ്മളെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്നിരിക്കുന്നു, സ്പേസ് വരെ നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് അവിടേക്ക് പട്ടിയെ വിടാൻ മാത്രം നമ്മളെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മറുപടി വരുന്നുള്ളതാണ്. കൊച്ചെഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, പൊക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും അത്രയും പൊങ്ങാമെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതുങ്ങളെ കണ്ടു ഞാൻ പൊക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവണം, പൊക്കിക്കഴിഞ്ഞാൽ പൊങ്ങുന്ന ആൾക്കാരാണ്. പക്ഷേ വെള്ളാപ്പള്ളി എന്താ ചെയ്തേ? വെള്ളാപ്പള്ളി സുകുമാരൻ നായരെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നു. വെള്ളാപ്പള്ളി അടി കൂടെ ഡീല് നടത്തി. ഓരോരുത്തരടുത്തും ഡീൽ നടത്താനാണ് നോക്കിയേ. പുള്ളിയും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. ഇത്ര രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇതാണ് കച്ചവടം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച്. പക്ഷേ മറ്റേ ആൾ ഇത് അറിയുന്നില്ല. മറ്റേ ആൾ പൊട്ടറാണ്. മറ്റേ ആൾ കൂടെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഇത് കച്ചവടം ഉറപ്പിക്കുക. ഇങ്ങനെ ഇയാളെയും കൂടെ കാണിച്ചിട്ടാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. ഡയറക്ടർ ബോർഡ് കൂടിയപ്പോൾ അതിനകത്ത് ബുദ്ധിയുള്ള ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ പോപ്പ് ചേട്ടാ ഇങ്ങനെയാണ് നിങ്ങളെയും വെച്ചിട്ട് കച്ചവടം നടത്തുക, അങ്ങനെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പം ഇതിനകത്ത്. സത്യത്തിൽ പിന്നെ അവാർഡ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പത്മഭൂഷണം പത്മശ്രീയോ ഒന്നല്ല കൊടുക്കേണ്ടിയിരുന്നത്. രണ്ടുപേർക്കും അവാർഡ് കൊടുക്കണമായിരുന്നു. ഒരാൾക്ക് പരനാറി അവാർഡും ഒരാൾക്ക് പരമനാറി അവാർഡും കൊടുക്കണമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. അത് ആർക്ക് വേണമെന്നുള്ളത് അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരാണ് പരനാറി ആരാണ് പരമനാറി എന്നുള്ളത് ഒരു മാല വ്യത്യാസമേ ഉള്ളൂ. വേണമെങ്കിൽ ഈ പൊട്ടന്മാരടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പരമാന്ന് പറഞ്ഞാൽ 3 അക്ഷരം ഉണ്ട്, എന്നാൽ എനിക്ക് പരമനാറി അവാർഡ് വേണമെന്ന് പറയും. ഇതാണ് ഒരവസ്ഥ. അല്ലെങ്കിൽ പത്മഭൂഷണമല്ല, പത്മഭൂഷൺ, ഭോഷത്തരമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്മഭൂഷൺ അവാർഡാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ആദ്യം ചെയ്തിട്ടുള്ള നായരിയുടെ സഖ്യം, അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെ, ഇപ്പം നായാടി മുതൽ നസ്രാണി വരെ. നസ്രാണിമാരിങ്ങനെ നിൽക്കുകയല്ലേ, പിന്നെ വെള്ളാപ്പള്ളി വിളിക്കുമ്പോൾ ഉടനെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് മാറ്റി, ഇപ്പം നായരില്ലാത്ത നസ്രാണി വരെ നോക്കി. അതെ, ഇപ്പം നായാടി മുതൽ നായരില്ലാത്ത നസ്രാണി വരെ. അതെ, ഇവർ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടണ്ടേ. ഏതോ ഒരു പിന്നെ പാട്ടുണ്ട്, മനുഷ്യരെ തിരഞ്ഞു ഞാൻ, ഹിന്ദുവിനെ കണ്ടു, ക്രിസ്ത്യാനിയെ കണ്ടു, മുസ്ലിമിനെ കണ്ടു, ഞാൻ തിരഞ്ഞത് മനുഷ്യനെയാണ്. ബന്ധുവാര് ശത്രുവാര്. അത് അതിനകത്ത് തന്നെ മനുഷ്യരെ തിരഞ്ഞു ഞാൻ എന്ന് പറയുന്നുണ്ട്. ഇവർ മനുഷ്യരുടെ കൂട്ടായ്മ ഉണ്ടാക്കണ്ടേ. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയോ തീയൻ്റെയോ ഓർത്തഡോക്സുകാരൻ്റെയോ സുന്നിയുടെയോ മുജാഹിദിൻ്റെയോ ഒന്നും കൂട്ടായ്മ അല്ല ഉണ്ടാക്കേണ്ടത്, മനുഷ്യരുടെ കൂട്ടായ്മ. ഈ മതത്തിനപ്പുറം, ഈ ജാതി ചിന്താഗതികൾക്കപ്പുറം ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ എല്ലാ മതത്തിനകത്തും എല്ലാ ജാതിക്കകത്തും ഉണ്ടെന്നുള്ള തിരിച്ചറിവാൻ വേണ്ടിയാണ്. അവരെ ഒരുമിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നില്ല. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു വിദേശ രാജ്യത്ത് എവിടെയോ സന്ദർശനം നടത്തിയ സമയത്ത് ഗാർഡ് ഓഫ് ഓണറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരു പരിപാടി അദ്ദേഹം അഭിസംബോധന ചെയ്തു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് പറയാൻ തുടങ്ങി. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞു, ഐ ഫ്രം കേരള. ഇനിയിപ്പോൾ നമ്മളെ എ ആർ റഹീം സഖാവിൻ്റെ ഓക്സ്ഫോർഡ് ആക്സൻറ്റിൽ പറയുകയാണെങ്കിൽ ഐ ഫ്രം കർണാടക, ഐ എം ഫ്രം തമിഴ്നാടു. പുള്ളി അങ്ങനെയാണല്ലോ, എ റഹീം ഇംഗ്ലീഷ് പിന്നെ സാഹിബ്മാർ പറയുന്ന പറയപ്പെടത്തുള്ളൂ, കർണാടക. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഐ എം ഫ്രം ഉത്തർപ്രദേശ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ജവഹർലാൽ നെഹ്റു ചോദിച്ചു എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. എത്രത്തോളം ഇതിനകത്ത് വാസ്തവമുണ്ടെന്ന് എനിക്കറിയത്തില്ല. നോബഡി ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചത്. അങ്ങനെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഒരു പക്ഷേ. എന്നാൽ തന്നെയും ഐ എം ഫ്രം കേരള, ഐ എം ഫ്രം തമിഴ്നാട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പറയുമ്പോൾ തന്നെ ഇപ്പോഴും നമ്മൾ ആ ഡൈവേഴ്സിറ്റിക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളൊരു സംഭവം വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുണ്ട്. ഇന്ത്യക്കാരില്ലാത്തൊരു രാജ്യമുണ്ടല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യം. കാരണം ഇന്ത്യ പുറത്തു പോയാൽ പിന്നെ ഇന്ത്യക്കാരനായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യക്കകത്ത് കാവേരി നദീജലത്തിൻ്റെ പേരിൽ കർണാടകയും തമിഴ്നാടും തമ്മിൽ അടിയാണ്, മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ കേരളവും തമിഴ്നാടും തമ്മിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. അപ്പോൾ ഇന്ത്യക്കാരില്ലാത്തൊരു രാജ്യമുണ്ടല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യം. അതുകൊണ്ടാണല്ലോ ബോംബെയിലെ മറ്റു സംസ്ഥാനക്കാരെ അടിച്ചു ഓടിച്ചത്, ശിവസേനക്കാരെ. ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഈരാമ്പിച്ചും മരപ്പട്ടിയും കൂടി ഇപ്പോൾ എന്താ കാണിക്കൂട്ടുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇവരുടെ യൂണിറ്റി അങ്ങ് വിളിച്ചു കൊടുത്തു. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉമ്മ വെച്ചും വാലാട്ടിയിട്ടും നക്കി കൊടുത്തിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ലാളിച്ചിരിക്കുന്ന 2 പട്ടികളുടെ മുമ്പിലേക്ക് ഒരെണ്ണത്തിന് ഒരു കോഴിക്കാലങ്ങ് വെച്ച് കൊടുത്ത് അത് അതും കടിച്ചുകൊണ്ട് നിൽക്കുക, മറ്റത് ഇത് നോക്കി കുറച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ചു നേരം കുറച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ പകുതി പോലും കൊടുക്കത്തില്ല. 2 പീസ് കൊടുക്കണ്ടേ, മറ്റേന് വലിയ പീസ് കൊടുത്ത് ഇതിന് ചെറിയ പീസ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിനൊരു പത്മഭൂഷൺ കൊടുത്തപ്പം ഈ പെരുന്നാപ്പോപ്പിന് പാവം അവിടെ നിൽക്കുകയല്ലേ. മനസാക്ഷി ഇല്ലാത്ത പണിയാണ് നരേന്ദ്രമോദി കാണിച്ച. ഇയാൾ ഒരു പത്മശ്രീയെങ്കിലും കൊടുത്തിട്ടുണ്ടാ വെച്ചോ, പോയിക്കോ, ഒരു ബിസ്ക്കറ്റ് കഷ്ണം കൊടുക്കുന്ന പോലെ കൊടുത്തേച്ച് പോയിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ മുറുമുറുത്ത് രണ്ടും കൂടെ 2 വഴിക്കായി. ഇത് പൊളിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ സ്ട്രാറ്റജി. കൂട്ടു ബിസിനസ് നടത്തുന്ന സ്ഥിതിക്ക് എനിക്ക് തന്നെയാണെങ്കിൽ പുള്ളിക്ക് കൂടെ വേണം, പുള്ളിക്ക് കൊടുക്കാത്ത അംഗീകാരം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയോ അത് ചെയ്യത്തുമില്ല.
അതിന് മുമ്പ് വെള്ളാപ്പള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പം എനിക്ക് ഇത് കിട്ടിയാൽ നിരസിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകർ വെച്ചപ്പോൾ പുള്ളി വേറെ എന്തൊക്കെയോ പറഞ്ഞു, അംഗീകാരമാണ് എന്നുള്ളത് പറഞ്ഞു. ഇതേ ഇത്രയേ ഉള്ളൂ. ഈ വയസ്സുകാലത്ത് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. അത് കിട്ടാനുള്ളത് ഒരു പണിയാണ് ഇത്രയും കാലം എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമയിലാണെങ്കിൽ JC ദാനിയേൽ അവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നു. അത് ആജീവനാന്ത സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ്. അത് ബെസ്റ്റ് ആക്ടർക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ, കാരണം സമഗ്ര സംഭാവനയ്ക്കാണ്. ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ അവർക്ക് പിന്നെ കിട്ടാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആ മേഖലയ്ക്കകത്ത്. അതേപോലെ തന്നെയാണ് ഈ പത്മ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പത്മ അവാർഡ് കൊടുത്തു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടിക്ക് ഇത് തിരസ്കരിക്കണം. വെള്ളാപ്പള്ളിക്ക് കൊടുത്ത പത്മഭൂഷൺ പിന്നെ മമ്മൂട്ടിക്ക് കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പറയണം എനിക്ക് വേണ്ട, നന്ദിയുണ്ടേ. ഇത് മറ്റേ ഗൂഗിൾ പേക്ക് പൈസ ചെയ്യുമ്പോൾ GPയിലും ചെയ്യുമ്പോൾ നന്ദിയുണ്ടേ, 120 രൂപ കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ മാതിരി പത്മഭൂഷൺ കിട്ടി ബോധിച്ചു, നന്ദിയുണ്ടേ, പക്ഷേ എനിക്ക് വേണ്ടാന്ന് പറയാനുള്ള ഇതാണ് മമ്മൂട്ടിയൊക്കെ കാണിക്കേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്ക് ഉള്ളത്. എന്തായിരുന്നാലും ഇതിനെ സാധാരണഗതിയിൽ പത്മ അവാർഡുകളെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗപ്പെടുത്തുന്ന രീതി BJP സർക്കാരിന് 2014 തൊട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഈ പ്രാഞ്ചിയേട്ടന്മാർക്കും അഴകിയ രാവണന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു, കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം അവർ കൊടുത്തുകൊണ്ടിരുന്നതെല്ലാം നഞ്ചിയമ്മയ്ക്ക് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേർക്ക്, ആക്രി വർക്കിംഗ് നടക്കുന്നവർക്ക്, കണ്ടൽക്കാട് സംരക്ഷിക്കുന്നവർക്കൊക്കെ കൊടുത്തിരുന്നു. സാധാരണക്കാരായ പിന്നെ സമൂഹത്തിന് പല വ്യത്യസ്തമായ രീതിയിലുള്ള പലതും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പത്മ അവാർഡ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിന് പൊളിറ്റിക്കൽ ടൂളായിട്ട് BJP കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം കൊടുത്താൽ ഇതും കൂടെ രണ്ടും കൂടെ അടി കൂടുമെന്നുള്ളത് ഉറപ്പായി. അതുകൊണ്ട് 8 ദിവസം വീണ്ടും നിന്ന സംബന്ധം, ദാമ്പത്യം എന്ന് പറയാൻ പറ്റത്തില്ല, സംബന്ധം വീണ്ടും പിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരുമാണ്. നാളെ പിന്നെയും കാണാൻ രണ്ടും കൂടെ തോളെ കൈയിട്ട് ഒരുമിച്ച് കടലാസും കലാസും നടക്കുന്നവരൊക്കെ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം മലയാളിക്ക് ഇനിയും ചിരിക്കാനുള്ള കഥാപാത്രങ്ങളായി സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും ദീർഘായുസ് നൽകണം. അടുത്ത തലമുറയ്ക്ക് കൂടെ, നമ്മുടെയൊക്കെ കാലശേഷം വരുന്ന തലമുറയ്ക്ക് കൂടെ ചിരിക്കാനുള്ള, കാരണം അവർക്ക് ടെൻഷൻ വരുമ്പോൾ കണ്ട് ചിരിക്കാനുള്ള 2 കഥാപാത്രങ്ങളായിട്ട് അവർക്ക് സർവേശ്വരൻ ദീർഘായുസ് നൽകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്.